ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച മലയാളി യുവാവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയാണ് പരിശോധന നടത്തിയത്. എളമക്കര സ്വദേശി റിജാസിന്റെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോണുകളും പെൻഡ്രൈവുകളും കസ്റ്റഡിയിലെടുത്തു. റിജാസിനെ നേരത്തെ നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, ഈ റിജാസ് എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്? സിജു, നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടു എന്ന് കണ്ടതിനെ തുടർന്നാണ് നാഗ്പൂരിലെ ഒരു ലോഡ്ജിലുണ്ടായിരുന്ന റിജാസ് എം സിദ്ദിഖിനെ അവിടെ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് നാഗ്പൂരിലെ ലഖ്ഗഞ്ച് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലയിലാണ് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും അതിൻ്റെ ഭാഗമായി ഈ റിജാസിൻ്റെ കൊച്ചി എളമക്കരയിലുള്ള വീട്ടിൽ ഇന്നലെ രാത്രി പരിശോധനയ്ക്ക് എത്തുകയും ചെയ്തു. പരിശോധനയ്ക്ക് ശേഷം ഈ വീട്ടിൽ നിന്ന്, റിജാസിൻ്റെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണുകളും പെൻഡ്രൈവുകളുമൊക്കെ ATS കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൽ ഉള്ളടക്കം എന്ന് സംബന്ധിച്ച് വെളിപ്പെടുത്താൻ ATS തയ്യാറായിട്ടില്ല. പക്ഷേ അതെല്ലാം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ റിജാസ് ഇത്തരത്തിൽ നാഗ്പൂരിൽ വെച്ച് എന്തൊക്കെയാണ് അയാളുടെ പ്രവർത്തനങ്ങൾ എന്നത് സംബന്ധിച്ചൊക്കെ പരിശോധന നടത്തി വരികയാണ് എന്നുള്ളതാണ് ATS പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ ATS വെളിപ്പെടുത്തിയിട്ടില്ല. ഇത്തരത്തിൽ പരിശോധനയ്ക്കെത്തുന്ന വിവരം ലോക്കൽ പോലീസിനെ അറിയിച്ച ആ ഒരു വിവരം അറിയുക മാത്രമാണ് മാധ്യമങ്ങൾക്ക് ആ വിവരം മാത്രമാണ് അറിയുകയുള്ളൂ. മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ, ഈ റെയ്ഡിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത്, ഇയാളുടെ ഈ പെൻഡ്രൈവിലും മൊബൈൽ ഫോണിലും എന്തെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ATS പരിശോധിച്ച് വരികയാണെന്നാണ് മനസ്സിലാക്കുന്നത്. റിജാസിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ഈ നാഗ്പൂർ പോലീസ് ചുമത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു സംഭവം, കഴിഞ്ഞ മാസം ഏപ്രിൽ 29-ന് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ആ ഭീകരരുടെ വീടുകൾ പൊളിച്ചതിനെതിരെ ഈ റിജാസിൻ്റെ നേതൃത്വത്തിൽ പനമ്പള്ളി നഗറിൽ, ഇവിടെ കൊച്ചിയിൽ ഒരു പ്രതിഷേധ പ്രകടനം അന്ന് നടത്തുകയുണ്ടായി. അന്ന് ആ പ്രകടനത്തിൽ 8ഓളം പേർ പങ്കെടുത്തു. ഈ റിജാസ് ഉൾപ്പെടെ 8 പേരെ അന്ന് എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായത്. റിജാസിനെതിരെ അന്ന് വഴി തടസ്സപ്പെടുത്തിയതിനും അന്യായമായി സംഘം ചേർന്നതിനുമൊക്കെയാണ് അന്ന് കേസെടുത്തിരുന്നത്. ഇതിന് ശേഷമാണ് എങ്ങനെയാണ് റിജാസ് നാഗ്പൂരിൽ എന്താണ് കണക്ഷൻ? അവിടെ റിജാസ് ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇയാൾ നാഗ്പൂരിൽ പ്രവർത്തിക്കുന്നത്. അവിടം കേന്ദ്രീകരിച്ചാണ് ഇയാൾ വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, ഓൺലൈൻ വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിൻ്റെ ഭാഗമായാണ് ഇയാൾ നാഗ്പൂരിലെത്തുകയും അവിടെ വെച്ച് ഇങ്ങനെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പോസ്റ്റ് ഇടുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വെച്ച് ഇയാൾ പിടിയിലാവുകയും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. ഇതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ അയാളുടെ വീട്ടിലെ കൊച്ചിയിലെ പശ്ചാത്തലം എന്താണ് എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ATS ഇവിടെ എത്തുകയും മൊബൈൽ ഫോണുകളും പെൻഡ്രൈവുകളും ഒക്കെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച കൊച്ചി എളമക്കര സ്വദേശി റിജാസിൻ്റെ വീട്ടിൽ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് റെയ്ഡ് നടത്തി. വിവരങ്ങളാണ് ഉമേഷ് പങ്കുവച്ചത്.